ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എവറിത്തിങ് ഫോർ എസ്. ഞാൻ ഏഞ്ചൽ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് അജിയോന്ന് വാങ്ങിച്ച കുറച്ച് കുർത്തീസാണ് കാണാൻ പോണത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് പോണ സമയത്ത് ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷെ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് ഓരോരോ ഐറ്റം ആയിട്ടാണ് ഡെലിവറി ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും നേരം വൈകി വീഡിയോ ഇടാൻ. അപ്പോൾ നമുക്ക് ഓരോ കുർത്തിയായിട്ട് കാണാം. ഈ കുർത്തീസൊക്കെ ശരിക്കും നമുക്ക് ഒരു കുർത്തി വാങ്ങിച്ചാൽ ഈ പ്രൈസിന് ഡിസ്കൗണ്ടിന് കിട്ടില്ല. നമുക്ക് ശരിക്കും 70%, 77 ഒക്കെ പോണ സമയത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 150 രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ ഈ കുർത്തി. ഞാൻ വാങ്ങിച്ചത് 200 രൂപ ആയിട്ടുണ്ടായിരുന്നു, 210 രൂപ ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ 60%-ലാണ് ഞാൻ ഈ കുർത്തീസൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഈ കുർത്തി ഫ്യൂഷൻ്റെ ബ്രാൻഡാണ്. മാൻഡറിൻ കോളറുള്ള കുർത്തിയാണ്. 3/4 സ്ലീവ് ഉണ്ട്. സ്ലീവിൻ്റെ സൈഡിൽ ഇതേപോലെ മടക്കി വെച്ചിട്ടാണ്, ഈ സ്ട്രാപ്പ് വെച്ചിട്ടാണ് ഈ ബട്ടൺ വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു നല്ലൊരു എന്താ പറയുക ഡീപ്പായിട്ടുള്ളൊരു കട്ട് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ചിലവർക്ക് എന്താ പറയുക നെക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് ശരിക്കും നമുക്ക് കുറച്ച് ഇറങ്ങിയിരിക്കും കഴുത്ത്. അല്ലാതെ കുഴപ്പമില്ല. ഇതിന് ഹൈറ്റ് കുറവാണ്. ഇത് ഷോർട്ട് കുർത്തിയാണ്. നമുക്ക് ജീൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ പ്ലാസോൻ്റെ കൂടെ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ ഇടാനേ പറ്റുള്ളൂ. ഞാൻ ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് ഞാൻ മെഷർ ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിലിടാം. ഇതിൻ്റെ ലിങ്കും ഞാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക ലെങ്ത്ത് നോക്കാനും ഈസി ആയിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഇത് റയോൺ കുർത്തിയാണ് കേട്ടോ. റയോൺ കുർത്തിയിൽ നല്ല ഫ്ലോറൽ ഡിസൈനാണ്, നല്ല മെറ്റീരിയലാണ്. ഈ മെറ്റീരിയലൊന്നും വാഷ് ചെയ്താലും കളറൊന്നും പോവില്ല കേട്ടോ, നല്ല ഭംഗിയുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ എപ്പോഴും ഒരു എക്സ്ട്രാ ബട്ടൺ ഇതേപോലെ അവർ വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ സ്റ്റിച്ചിങ് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണിത്. ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം. ഇത് യെല്ലോ ആണ്. മോസ്റ്റ്ലി ഇപ്പം ഉള്ള സ്റ്റോക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യെല്ലോ ആണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ നമുക്ക് ഈ കുർത്തി വാങ്ങിക്കുന്ന സമയത്ത് 1-2 വാങ്ങിച്ച ഈ ഓഫർ കിട്ടാത്തതുകൊണ്ട് ഉള്ള സ്റ്റോക്ക് ഏതെങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ് അധികം ഞാൻ ഇങ്ങനെ വാങ്ങിക്കണത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് വേണ്ടി ഇത്രയും കുർത്തിയൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വാങ്ങിക്കുമ്പോൾ സാധാരണ എൻ്റെ നെയ്ബേഴ്സിനും സിസ്റ്റേഴ്സിനും ഒക്കെ അവർക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത്, അവരുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് 2000 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ഒരു 10-20 കുർത്തി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. കാരണം നമുക്ക് എല്ലാവരും എന്താ പറയുക അടുത്തുള്ള നെയ്ബേഴ്സൊക്കെ എല്ലാവരും കുർത്തിയൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ. അങ്ങനെ ഷെയർ ചെയ്ത് നമുക്ക് ഇത്രയും കുറഞ്ഞ പ്രൈസിന് വാങ്ങിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരാൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. ഇതും ഇതേപോലെ തന്നെ നല്ല കുർത്തിയാണ്. റയോണാണ്. എന്താ പറയുക മസ്റ്റർഡ് യെല്ലോയിൽ വൈറ്റ് കളർ ഫ്ലവേഴ്സാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മെറൂൺ ഡോട്ടും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ നല്ല ഭംഗിയുണ്ട് ഡിസൈൻ കാണാൻ. ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ റെഡ് കളർ ബട്ടൺസ് താഴെ വരെ വെച്ചിട്ടുണ്ട്. 2 സൈഡിലും സ്ലിറ്റും ഉണ്ട്. നല്ല കുർത്തിയാണ്. ഇത് നമുക്ക് ശരിക്കും ഒരു വൈറ്റ് കളർ പാൻറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ റെഡ് കളർ ഇടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷെ റെഡ് ഇല്ലെങ്കിലും നമുക്ക് ഉള്ളൊരു ലെഗിൻ വെച്ച് എപ്പോഴും പെയർ ചെയ്യാൻ നോക്കുക. ഇതിന് വേണ്ടി മാച്ച് ചെയ്ത് വാങ്ങിക്കാൻ നിൽക്കാതിരിക്കുന്നത് നല്ലത്. എപ്പോഴും ഒരു വൈറ്റും ബ്ലാക്കും ഒരു റെഡൊക്കെ വെച്ചിട്ട് നമുക്ക് മാക്സിമം എല്ലാ കുർത്തിക്കും ഉപയോഗിക്കാൻ പറ്റും. ഇനിയുള്ളത് വേറൊരു ബ്ലാക്ക് തന്നെയാണ്. ഇവിടെ 2-3 ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ബ്ലാക്കിന് ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്. എല്ലാവരും ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ നെയ്ബറിന് വേണ്ടി വാങ്ങിച്ചതാണ്. നല്ല മെറ്റീരിയലാണ്. റയോണാണ്. റയോണിൽ ഈ ഒരു പ്രിന്റഡ് റയോണാണിത്. സ്റ്റിച്ചിങ് ആണെങ്കിലും ഈ കുർത്തിക്കൊക്കെ നല്ല സ്റ്റിച്ചിങ് ആണ്. എല്ലാം ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ സ്റ്റിച്ചാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് വേറെ എക്സ്ട്രാ സ്റ്റിച്ചൊന്നും ഇടാതെ ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇങ്ങനെ ഈ ഒരു കുർത്തിയുടെയൊക്കെ ഒരു പ്രത്യേകത. ഇതും ഇതേപോലെ തന്നെ താഴത്തെ കട്ടിങ് നോക്കിക്കഴിഞ്ഞാൽ ഹൈലോ കുർത്തിയാണ്. മേലേക്ക് കയറിയിട്ടാണ് ഫ്രണ്ടിലെ പോർഷൻ ഉണ്ടാവുക. അപ്പോൾ ചിലർക്ക് ഇങ്ങനത്തെ കുർത്തി ഇഷ്ടമല്ല, ഹൈലോ കുർത്തിയൊന്നും വേണ്ട, സ്ട്രെയിറ്റ് ആണ് വേണ്ടെന്നൊക്കെ പറയും. അപ്പം നമ്മൾ വാങ്ങിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കി വാങ്ങിച്ചാൽ മതി. ഈ കുർത്തി ക്രീം കളറാണ്. ക്രീം കളറിൽ ഫ്ലോറൽ ഡിസൈൻ ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ കുർത്തി കാണാനും. ഇതിൻ്റെ നടുവിൽ ബട്ടൺസ് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലെ പോർഷനിൽ മാത്രമേ ഉള്ളൂ. റൗണ്ട് നെക്കാണ്. ഇതും ഫ്യൂഷൻ്റെ ബ്രാൻഡാണ്. ഇതിൻ്റെ സ്ലീവ് നോക്കിക്കഴിഞ്ഞാൽ 3/4 സ്ലീവിൽ ഇതേപോലെ മടക്കി വെച്ചിട്ട് സ്ട്രാപ്പ് വെച്ച് പിൻ ചെയ്തിരിക്കുകയാണ്, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. നമുക്കിത് അഴിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ സ്റ്റിച്ച് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ തന്നെയാണ്. ചിലർക്ക് ഇങ്ങനെ ഇടുന്ന ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കുർത്തി വാങ്ങിക്കാതിരിക്കുക. കാരണം ചിലതിന് നമുക്ക് ഇങ്ങനെ മടക്കി വെക്കാനും തുറന്നിടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ മടക്കി തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തും ഇതേപോലെ തന്നെ എക്സ്ട്രാ ഒരു ബട്ടൺ, ഈ ബട്ടൺ ഉള്ളതിനൊക്കെ ഒന്നെങ്കിൽ ഇതിൻ്റെ ടാഗിലുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ഒരു ബട്ടൺ. ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഒരു ബട്ടൺ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിച്ച സമയത്ത് ഏതെങ്കിലും ബട്ടൺ പോയിട്ടുണ്ടെങ്കിലും അത് റിട്ടേൺ ചെയ്യാനും നിൽക്കേണ്ട. ഈ ഒരു ബട്ടൺ എടുത്ത് അവിടെ തുന്നി വെച്ചാൽ മതി. പിന്നെ അടുത്ത കുർത്തി കാണിച്ചു തരാം. ഇതിലധികവും യെല്ലോ ആണ് ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ ഒരുമിച്ച് വാങ്ങിക്കുന്ന സമയത്ത് സ്റ്റോക്ക് ഉള്ളത് നോക്കി വേഗം വാങ്ങിക്കുമ്പം ഒരേ കളറിലൊക്കെ ആയി പോകും. അപ്പം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ട് ചിലതൊക്കെ ശരിക്കും നമുക്കൊരു 10 കുർത്തിയൊക്കെ വാങ്ങിച്ചാലേ ഈ ഒരു ഓഫർ കിട്ടുള്ളൂ. അപ്പം നിങ്ങളൊരു 15 കുർത്തിയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ 5 നിങ്ങൾക്ക് റിട്ടേണും ചെയ്യാം. അങ്ങനെ കുഴപ്പമില്ല നോക്കിക്കഴിഞ്ഞിട്ട്. പിന്നെ ഇത് റൗണ്ട് നെക്കാണ്. ഇതും റയോൺ ഫാബ്രിക്കാണ്. ഇത് കുറച്ചുകൂടി കട്ടിയുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ നേരത്തെ കണ്ടതിനേക്കാളും. പിന്നെ ഇതിൽ നിറയെ ഫ്ലോറൽ ഡിസൈനാണ്. റെഡ് കളർ ബട്ടൺസും ഉണ്ട്.
അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിലുള്ള ഏത് കളർ വെച്ച് എന്താ പറയുക ലെഗിൻ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൈയൊക്കെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഇടണം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്കിക്കഴിഞ്ഞാലും ഇതും ഹൈലോ കുർത്തിയാണ്, ഫ്രണ്ടിൽ കയറി നിൽക്കും. ഇത് ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ തന്നെ ബ്ലൂ കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പഴയ വീഡിയോയിലുണ്ടായിരുന്നു. സെയിം ഫാബ്രിക്, ബ്ലൂ റയോൺ ആണ്, പ്ലെയിൻ കുർത്തിയിൽ. ഇതൊക്കെ ഗോൾഡൻ ബട്ടൺസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിത് നല്ല ഇങ്ങനെ തന്നെ കുർത്തിയായിട്ട് ഒരു ഗോൾഡൻ്റെ ലെഗിൻ ഉണ്ടെങ്കിൽ, നമുക്കൊരു ഗോൾഡൻ കളർ ലെഗിൻ ഉണ്ടെങ്കിൽ ഒരുപാട് ഡ്രസ്സിന് മാച്ച് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ശരിക്കും എപ്പോഴും വേണ്ട ഒരു ലെഗിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ്, പിന്നെ റെഡ്, ഒന്ന് ബ്ലാക്ക്, പിന്നെ വേണ്ടത് ഒരു ഗോൾഡൻ കളറാണ്. നമുക്ക് എല്ലാത്തിനും മാച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു 4 ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റും എല്ലാത്തിനും. ഇത് നല്ല മെറ്റീരിയലാണ് കേട്ടോ, റയോൺ ഫാബ്രിക് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്റ്റിച്ചിങ്ങും ഞാൻ പറഞ്ഞില്ലേ, എല്ലാം നന്നായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കോർണറൊക്കെ നോക്കിയാൽ ജസ്റ്റ് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഇവിടേക്ക് ഇങ്ങനെ ചുരുങ്ങിയിരിക്കും. ഇതിന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അവർ. ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം. ഇത് ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് ഇത് ആവാസയുടെ ബ്രാൻഡാണ്. ഇപ്പോൾ ഫ്യൂഷൻ്റെ ഒക്കെ കഴിഞ്ഞു, ഇനിയുള്ളത് നമുക്ക് ആവാസയുടെ ബ്രാൻഡാണ്. അപ്പോൾ ഈ ഒരു കുർത്തി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആവാസേൻ്റെ ബ്രാൻഡിൻ്റെ ഒക്കെ സൈഡിൽ അവരുടെ ആ ബ്രാൻഡിൻ്റെ സിമ്പിൾ വെച്ചിട്ടുണ്ടാവും. ഇതേപോലെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആവാസയുടെ എന്ന് അറിയാൻ പറ്റും. പിന്നെ ഇതും റയോണിൻ്റെ ഫാബ്രിക്കാണ്. റയോണിൻ്റെ ഫാബ്രിക്, ഇതും പ്രിന്റഡ് കുർത്തിയാണ് കേട്ടോ. മേലെ പ്രിന്റ് അല്ല, ഈ മെറ്റീരിയൽ തന്നെ പ്രിന്റഡ് ആണ്. ഇതിൻ്റെയും ഇതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ടാഗിലുണ്ടാവും ഇതിൻ്റെ ബട്ടൺസ്, അല്ലെങ്കിൽ സൈഡിൽ വെച്ചിട്ടുണ്ടാവും. നല്ല ബട്ടണാണ് വെച്ചിരിക്കുന്നത്. സാധാരണ എന്താ പറയുക, ലോക്കൽ ബട്ടൺ അല്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ബട്ടണാണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിനും ഇതേപോലെ തന്നെ ഫുള്ളും ഫ്ലോറൽ ഡിസൈൻ ആണ്. നമുക്ക് ശരിക്കും ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ റെഡ് കളർ പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ലെഗിൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പിന്നെ ഇത് എന്താ പറയുക, ഇതിൻ്റെ സ്ലീവ് ഇതേപോലെ പ്ലെയിൻ ആണ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സ്ലീവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ശരിക്കും പിന്നെ ഈ ആവാസയുടെ ബ്രാൻഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം അവർക്ക് മടക്കി വയ്ക്കണമെങ്കിൽ വേണേൽ മടക്കി വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ലോങ് സ്ലീവായിട്ട് ഉപയോഗിക്കാം. ഫ്യൂഷൻ്റെയൊക്കെ അധികം മടക്കി വെച്ചാണ് വരുന്നത്. പിന്നെ ഇതൊരു കുർത്തി, കോട്ടൻ്റെ കുർത്തിയാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് ഈ ഒരു കുർത്തി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ നോക്കുമ്പോഴൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ലക്കിലി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സാധനം സ്റ്റോക്കിൽ വന്നു. അപ്പം ഞാൻ വേഗം വാങ്ങിച്ചു കേട്ടോ. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ ഈ പോർഷൻ ഇങ്ങനെ, ഇത് പ്രിന്റഡ് ആണ് ഈ കുർത്തി. കോട്ടൺ മെറ്റീരിയലിൽ ഈ ഒരു ഗോൾഡൻ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുണ്ട് ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കോമ്പിനേഷനാണ്. നല്ല രസമുണ്ട്. നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ്. ഈ രണ്ട് സൈഡിലും ഇതേപോലെ ഇങ്ങനെ ഈ 2 കളർ ഡിസൈൻ വെച്ചിട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ ഫ്രണ്ടിൽ പോർഷൻ ഇങ്ങനെ നിൽക്കും. ഈ സൈഡിലേക്ക് ഇങ്ങനെ പോകുമ്പം നല്ല ഭംഗിയുണ്ടാവും. സ്ലീവ്ലെസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ സ്ലീവ് ഉണ്ട്. അപ്പം നമുക്ക് ചെറിയ സ്ലീവാണ്, സ്ലീവ് വെച്ച് അറ്റാച്ച് ചെയ്യാം. ഈ കോട്ടൺ കുർത്തിയൊക്കെ ഈ റേറ്റിന് കിട്ടുമ്പോൾ നമുക്ക് 200 രൂപയ്ക്ക് നല്ല ലാഭമാണ്. പിന്നെ ഇതിൻ്റെ ഈ കുർത്തീസിൻ്റെ ഒന്നും അങ്ങനെ കളറൊന്നും അങ്ങനെ പോകുന്നൊന്നുമില്ല. ചിലതിന് ലൈറ്റായിട്ട് പോവുകയാണെങ്കിലും നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും അങ്ങനെ ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും. ഇത് ഞാൻ വാങ്ങിച്ച ലാർജാണ് കേട്ടോ. കോട്ടൻ്റെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും കുറച്ച് വലിയ സൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് സൈസ് വാങ്ങിച്ചു കഴിയുമ്പം ചുരുങ്ങി കഴിഞ്ഞാൽ കൊള്ളില്ല. അതുകൊണ്ടാണ്. മെലിഞ്ഞവർക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ കോളറൊക്കെ കണ്ടില്ല, നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, ഉള്ളിൽ പ്ലെയിൻ ആണ്. ഈ മേലെ മാത്രമാണ് ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് ഉള്ളിൽ ഇങ്ങനെ വെച്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡും സെയിം ഫാബ്രിക്കാണ്, പ്ലെയിന് ബ്ലൂ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു പ്രത്യേക ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് വേറൊരു പീസാണ്, ഇതും വേറൊരു പീസാണ്. ഇത് ഫ്രണ്ടിലും അതേപോലെ തന്നെ ഗോൾഡൻ കളറ് മെറ്റലിൻ്റെ ബട്ടൺസ് ആണ് വെച്ചിരിക്കുന്നത്. സാധാരണ പ്ലാസ്റ്റിക് അല്ല, മെറ്റലിൻ്റെ ബട്ടണാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ ബട്ടൺ വരുന്നതിൻ്റെ ഉള്ളിലൊക്കെ എക്സ്ട്രാ ഒരു ബട്ടൺ അവർ വെച്ചിട്ടുണ്ടാവും. ഇതിന് വെച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം ഉണ്ടാവാനൊന്നും. ഇതിനകത്തൊരു ബട്ടൺ വെച്ചിട്ടുണ്ട്, എൻ്റെ ടാഗിൽ വെച്ചിട്ടുണ്ടല്ലേ. നല്ല ബട്ടണാണ്, നല്ല മെറ്റലിൻ്റെ ബട്ടൺ. ഓക്കെ, ഉണ്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കുർത്തിയൊക്കെ ഓഫർ വരുന്ന സമയത്ത് വാങ്ങിക്കുക. ഓഫർ ഇല്ലാതെ വാങ്ങിക്കണ്ട, കാരണം നമുക്ക് ഭയങ്കരമായിട്ട് പൈസ കൊടുക്കേണ്ടി വരും. 499 രൂപ എടുത്താലേ ഇത് കിട്ടുള്ളൂ. സാധാരണ എന്താ പറയുക 60-70% ഓഫർ ഇല്ലാത്ത സമയത്തും ഇതിന് 250 രൂപ ഓഫർ പ്രൈസ് തരാറുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ശരിക്കും 100 രൂപ ഡെലിവറി ചാർജും കൊടുത്തു കഴിയുമ്പോഴത്തേനും ഭയങ്കര പൈസയാവും. ഇതുണ്ടല്ലേ, ഇതും യെല്ലോയാണ്. യെല്ലോയിൽ ഫ്ലോറൽ ഡിസൈൻ ആണ്. ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ലൊരു റിച്ച് ലുക്കാണ്. ശരിക്കും കുറച്ച് വണ്ണുള്ളവർക്കൊക്കെ ലാർജ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റാവും.
നല്ല ലൂസാണ്. ഈ ഒരു മെറ്റീരിയൽ മറ്റുള്ള ഈ കോട്ടൺ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലുതാണ് കാണുമ്പം. അപ്പം ഇത് റയോണൊക്കെ ആകുമ്പോൾ ചുരുങ്ങുമില്ല, നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കണ്ടത് മുന്നിൽ ടസലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടസലും ഈ ബട്ടൺസൊക്കെ ഈ കളർ വരുമ്പോൾ ആ കളറിലുള്ള ലെഗിനിട്ട് മാച്ച് ചെയ്യാൻ നോക്കുക, നല്ല ഭംഗിയുണ്ടാവും. ഇതിൻ്റെ സ്ലീവിലും ഇതേപോലെ തന്നെ ഡിസൈൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനത്തെ സ്ലീവിൽ എന്താ പറയുക, ബോർഡറൊക്കെ വരുന്ന സമയത്തും അതേ കളർ വെച്ച് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും കളർ വെച്ചും നമുക്ക് മാച്ച് ചെയ്യാം കേട്ടോ. ഒക്കെ നമ്മുടെ ഇഷ്ടമല്ലേ, മിക്സ് ആൻഡ് മാച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡിൽ 2 സൈഡിലും സ്ലിറ്റ് ഉണ്ട്. ഫ്രണ്ടിൽ ഇത് പ്ലെയിൻ കട്ടിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ ആവാസയിൽ അധികം വരുന്നത് സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ്. ഫ്യൂഷനിൽ നോക്കുമ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എല്ലാം കൈ മടക്കി വെച്ചതും അല്ലെങ്കിൽ എന്താ പറയുക ലോ ഹൈ കുർത്തിയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് അടുത്ത കുർത്തി, ഇത് നല്ലൊരു ഗ്രീൻ കളറാണ്. ഗ്രീൻ എന്താ പറയുക, ക്യാമറയിൽ കാണുമ്പോൾ ശരിക്കും ഒരു ബ്ലൂ പോലെ ഉണ്ട്, പക്ഷെ ഇത് ഗ്രീനാണ്. ഗ്രീനിൽ നിറയെ പ്രിന്റ് ആണിത്. ഇത് കണ്ടില്ലേ, പ്രിന്റ് ആണ്. ഈ ഒരു ഗോൾഡൻ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്ലൂ ലൈനാണ്. ഇതിന്റെ നടുവിൽ നോക്കുമ്പോഴും ആ ഒരു യെല്ലോ കളർ ഡിസൈനാണ് വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കൊരു യെല്ലോ കളർ പാൻറ് ഇട്ട് മാച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ ബ്ലൂ അല്ലെങ്കിൽ സെയിം കളർ ഇട്ടാലും മതി. ഇത് ശരിക്കും ക്യാമറയിൽ നല്ല വ്യത്യാസമായിട്ടാണ് കളർ കാണുന്നത്. ഗ്രീൻ ആണ് ശരിക്കും കേട്ടോ. പിന്നെ ഇതിന്റെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ കൈ ഇങ്ങനെ കണ്ടില്ലേ, ഇവിടെ ഒരു പൈപ്പിംഗ് വെച്ച് ബ്ലൂ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം. ഈ കുർത്തി ഇത് റെഡാണ്. റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് റെഡ് അല്ല, കുറച്ചൊരു ഡള്ള് റെഡാണ്. ഒരു ബ്ലാക്ക് മിക്സ് ആയൊരു റെഡാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇംഗ്ലീഷ് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു കളർ ഇഷ്ടമാകും, കാരണം കുറച്ചൊരു ഡള്ളാണ്. ഇതിന് അതേപോലെ റൗണ്ട് നെക്കിൽ ഇവിടെ ഇങ്ങനെ ഒരു വി കട്ട് ഷേപ്പാണ്. ബട്ടൺസ് വെറുതെ ഷോയ്ക്ക് വെച്ചിട്ടുള്ളൂ, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് ടസൽ വെച്ചിരിക്കുന്ന സാധാരണ ഇത് വെറുതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ടസൽ ഇങ്ങനെ നമുക്കിതൊന്ന് ഇങ്ങനെ എന്താ പറയുക, കുറച്ചിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ മിക്സ് ആയിക്കോളും. പിന്നെ ഇതും ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് മൊത്തം. ഇതിൻ്റെ കൈയും ഇതേപോലെ തന്നെ 3/4 ആണ്, നമുക്ക് മടക്കി വെച്ചും ഇത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ സ്ട്രെയിറ്റ് കട്ടാണ്. 2 സൈഡും ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെയാണ് കട്ടിങ്. സൈഡിൽ ഇതേപോലെ സ്ലിറ്റും ഉണ്ട്. ഇതിൻ്റെയും ഇതേപോലെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല സ്റ്റിച്ചിങ് ആണ്. ഇതിൻ്റെ ഉള്ളിലും നമുക്ക് ബട്ടൺ ഉണ്ടാവും, ഒന്നെങ്കിൽ ടാഗിൽ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടാഗിലുണ്ട് ബട്ടൺ, കണ്ടില്ലേ, ഇതിൻ്റെ ടാഗിലുണ്ട് ബട്ടൺ. അപ്പം നമുക്ക് ശരിക്കും നല്ല ലാഭമാണ് ഇങ്ങനത്തെ ഒരു കുർത്തിയൊക്കെ വാങ്ങിക്കണം കേട്ടോ. പിന്നെ ഇനി ഇതാണ് നമ്മുടെ ലാസ്റ്റ് കുർത്തി. നല്ല ഭംഗിയുണ്ട്. ഇത് ഞാൻ വിചാരിച്ചു വന്നപ്പോൾ ഇതൊക്കെ ചുരുങ്ങി വന്നായിരിക്കും, പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ ഡിസൈൻ. നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്ന് വാഷ് ചെയ്ത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ആയിക്കോളൂ ഇതേപോലെ. കാരണം ഇത് വന്നപ്പോൾ തന്നെ ഒരു കവറിലിട്ടിട്ട് അവർ ചുരുക്കിയാണ് കൊണ്ടു തന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇത് ചുരുങ്ങി പോയതാണ്. പിന്നെ ഈ കുർത്തിയൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ടാലാട്ടോ നല്ലതെല്ലാം. വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും റയോണും കോട്ടൺ ആയാലും ഒന്ന് അയൺ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ പറയുക, വാഷ് ചെയ്തിട്ട് ഹാങ്ങറിലൊക്കെ ഇട്ട് തന്നെ വെക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇതിനകത്തും ഈ ഫ്ലവേഴ്സൊക്കെ താഴേക്ക് മേലേക്കും ഒക്കെ പോകുന്നുണ്ട്. ഇത് മേലേക്ക്, ഇത് താഴേക്ക്. പിന്നെ നമുക്ക് പാറ്റേണും വലിയ എന്താ പറയുക നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കിലും അതേപോലെ തന്നെയാണ്, മേലേക്കും താഴേക്കുമാണ്. കയ്യിലും അതേപോലെ തന്നെയാണ്. കയ്യിലിങ്ങനെ മടക്കി വെച്ച ടൈപ്പാണ്. പിന്നെ ഇതിൻ്റെ താഴത്തെ ഭാഗം കാണിച്ചു തരാം. താഴത്തെ ഭാഗം സാധാരണ ഇത് ലോ ഹൈ ആണ്, അതല്ലേ, കുറച്ച് ഫ്രണ്ടിൽ കയറിയിട്ടും ബാക്കിൽ തന്നിട്ടുമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഫ്രണ്ട്സിനൊക്കെ ചേർന്ന് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു ഡീലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.